പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹയറിൻ്റെ 6.5 കിലോയുടെ മിഷൻ്റെ എറർ കോഡാണ് കാണിക്കാൻ പോകുന്നത്. ഹയറിൻ്റെ ഏകദേശം എല്ലാ എറർ കോഡ് ഇങ്ങനെ തന്നെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് പറയാനുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ വരാം. നമ്മൾ ഏത് പ്രോഗ്രാം ഓണാക്കിയാലും ഈ സെൽഫ് ക്ലീൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് അഴുക്കുണ്ടെന്നാണ് ഈ മിഷൻ കണ്ടുപിടിച്ചേക്കുന്നത്. അതായത് മിഷൻ്റെ വിചാരം ഇതിനകത്ത് അഴുക്കുണ്ട്. സത്യത്തിൽ നമ്മളിത് അഴുക്കൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഡ്രമ്മൊക്കെ നമ്മൾ മാറിയിട്ടാണ് മെഷീൻ സെറ്റ് ചെയ്തത്. നമ്മൾ ഒത്തിരി ഡ്രമ്മ് മാറിയത് കാണിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ ഡ്രമ്മ് മാറുന്നത് കാണിക്കുന്നത്. നോർമൽ സാധാ ഇതിന് മുമ്പ് കണ്ട എല്ലാ മെഷീനും ഡ്രമ്മ് മാറുന്ന കൂട്ടാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇങ്ങനെ സെൽഫ് ക്ലീൻ കത്തിക്കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഏത് പ്രോഗ്രാം ഓണാക്കിയാലും വർക്ക് ചെയ്യും, പക്ഷേ സെൽഫ് ക്ലീൻ എന്നുള്ള ഓപ്ഷൻ കത്തിക്കിടക്കും. അപ്പോൾ നമ്മൾ സെൽഫ് ക്ലീനകത്ത് കൊണ്ടിട്ടിട്ട് ഒരു വാഷ് ചെയ്യുക. കാര്യം ഈ ബോർഡ് ഇത്രയും വട്ടം ഒരു 40-50 വട്ടം ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക് ബോർഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇപ്പോൾ അത്രയും വാഷ് ആയതുകൊണ്ട് സെൽഫ് വാഷ് ചെയ്യണമെന്നുള്ളൊരു പ്രോഗ്രാമിലിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തിട്ടൊരു വാഷ് ചെയ്താൽ അതങ്ങ് മാറിക്കോളും. അപ്പോൾ ഈ ബോർഡ് ഓൺ ആകുന്ന ഓഫ് ആകുന്ന അനുസരിച്ചാണ് ഈ മിഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇത് ഇത്രയും വാഷായി, ഇപ്പോൾ 50 വട്ടം അല്ല 60 വട്ടം വാഷായി. അതുകൊണ്ട് തന്നെ നമുക്കിത് സെൽഫ് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സെൽഫ് ക്ലീനിൻ്റെ ഈ ഓപ്ഷൻ കത്തി കാണിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ തന്നെ കൊണ്ടുവരിക, സെൽഫ് ക്ലീനിൽ തന്നെ കൊണ്ടുവരിക. ശേഷം സ്റ്റാർട്ട് ചെയ്യുക, വെള്ളം ഒഴിച്ച് തുണിയൊന്നും ഇല്ലാതെ. പൗഡറോ വല്ലതും, അതായത് നമുക്ക് ഡി സ്കെയിൽ എന്ന് പറഞ്ഞ പൗഡറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാലും മതി. ഒഴിച്ച് ചൂടുവെള്ളം, അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ ചൂടുവെള്ളമൊക്കെ. അത് ഈ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഇൻഡിക്കേറ്റർ കാണിക്കത്തില്ല. ഇപ്പം നമ്മൾ ഏത് പ്രോഗ്രാം സെറ്റ് ചെയ്താലും ആ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് കിടക്കും. ഇപ്പോൾ ഇതിനകത്ത് E1 കാണിച്ചാൽ ഇതിനകത്ത് E1 കാണിക്കുന്ന കംപ്ലയിൻ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് E1 കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഓവർഫ്ലോ ആകുന്നതാണ് കംപ്ലയിൻറ്റ് പറയുന്നത്. അതായത് വെള്ളം ഓവർഫ്ലോ ആകുന്നില്ല, വെള്ളം പുറത്തോട്ട് പോകുന്നില്ല, ഡ്രെയിനേജ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് E1 കാണിക്കും. ഇപ്പോൾ ഒന്നീ വെള്ളം കയറി അടഞ്ഞിട്ട് വെള്ളം പുറത്തോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ E1 ആണ് കാണിക്കുന്നത്. പിന്നെ ടോർക്ക് മോട്ടർ കംപ്ലയിൻറ്റ്, ടോർക്കല്ല ഇതിൻ്റെ പമ്പ് കംപ്ലയിൻറ്റ്, അങ്ങനെ എന്ത് പ്രശ്നമെങ്കിലും E1 കാണിക്കും. E1 കാണിച്ചാൽ വെള്ളം പുറത്തോട്ട് പോകുന്നില്ല, വാഷ് ചെയ്തിട്ട് വെള്ളമായിട്ട് കിടക്കുമ്പോഴാണ് E1 കാണിക്കുന്നത്. അങ്ങനെ കാണിച്ച് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അങ്ങനെ E1 കാണിക്കുവാണെങ്കിൽ വെള്ളം പോകുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡോറ് തുറക്കും. ഇവിടെ എന്തെങ്കിലും ഒന്നിട്ടിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഡോറ് തുറക്കുക. നമ്മളിപ്പം ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചാൽ മതി. എടുത്ത് ഡോറ് തുറക്കുക. ആ ഈ ഡോറ് തുറന്നതിന് ശേഷം എന്താ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കം. ഇപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം പോകും, കുറച്ച് വെള്ളം എപ്പോഴും കാണും. ഇതിനകത്ത് എന്തോ വേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് വേസ്റ്റ് വന്നിരിക്കുമ്പോഴാണ്, ഇതിപ്പോൾ ഡ്രമ്മ് പൊടിഞ്ഞതിൻ്റെ വേസ്റ്റ്, ഇതുപോലെ വേസ്റ്റ് ഇരിക്കുമ്പോഴാണ് E1 കാണിക്കുന്നത്. വേസ്റ്റ് ഇടുന്നിട്ട് ഇതിനകത്ത് ഇപ്പം നമ്മളത് തുറന്നപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയ വേസ്റ്റാണ് ഇതെല്ലാം. ഇതുപോലെ വേസ്റ്റ് വന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അത് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ ഡ്രമ്മ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രമ്മ് പൊട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരഞ്ഞിട്ട് അത് ഒരഞ്ഞ് വന്ന വേസ്റ്റായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതിനകത്തൊരു ഫ്ലൈ ഉണ്ട്, അകത്തോട്ട് നോക്കുമ്പോൾ ഒരു ഫ്ലൈ, അത് കറങ്ങാതിരിക്കുമ്പോൾ വെള്ളം പമ്പ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് എപ്പോഴും E1 കാണിക്കുന്നത്. അത് ഇത് കറങ്ങുന്നില്ല അല്ലെങ്കിൽ ഈ പമ്പ് പോയി എന്നുള്ളപ്പോഴാണ് E1 കാണിക്കുന്നത്. അത് ജസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും പമ്പിന് വട്ടം കണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും കയറി ഇങ്ങനെ വട്ടം ഇരുന്നാൽ മതി. ഇതുപോലത്തെ കയറി ഇങ്ങനെ വട്ടം ഇരുന്നാലും പിന്നെ അതിനകത്തുള്ള ഫ്ലൈ കറങ്ങത്തില്ല. അപ്പം E1 കാണിക്കും. കാര്യം വെള്ളം പുറത്തോട്ട് പോകത്തില്ല, ഇത് കറങ്ങിയെങ്കിലേ വെള്ളം പുറത്തോട്ട് പോകത്തുള്ളൂ. പിന്നെ ഈ കാണുന്നത് ഇതിനകത്ത് എമർജൻസി എക്സിറ്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കറണ്ടൊക്കെ പോയി ഇത് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് വലിച്ചാൽ മതി, തുറക്കും. പിന്നെ രണ്ടാമത് ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഊരിയപ്പോൾ കുറച്ച് വെള്ളം പോയത് കണ്ടല്ലോ. അപ്പോൾ ആ വെള്ളം പോകണ്ട, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് വെള്ളം കളയണമെങ്കിൽ ഇത് ഊരിയിട്ട് ഫുൾ വെള്ളം ഊറ്റണം. ഇപ്പോൾ ഇത് ഊരി വെള്ളം ഊറ്റുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഇത്രയും താഴെ വരെയുള്ള സാധനം നമുക്ക് വേണ്ടി വരും. നമുക്ക് അത് അത്രയും ചെറിയ പാത്രം, ഈ ഒരു അളവിൽ ഇതിനകത്തൊന്നും വെള്ളം പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വെള്ളം അങ്ങ് അഴിച്ചു വിട്ടത് നമ്മൾ. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് തുണിയും വെള്ളവുമായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് പോയി, അപ്പോൾ നമ്മൾ ഇത് പിടിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഡോറിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അങ്ങനെ വെള്ളം വരുമ്പം നമുക്ക് വെള്ളം വരുമ്പോൾ മൊത്തം വെള്ളമാകും. അതിന് പകരം നമ്മൾ ഇതെടുക്കുക, ചെറിയൊരു പാത്രത്തിനകത്ത് വെള്ളം ഊറ്റി ഡോറിൻ്റെ താഴെ വരെ വെള്ളമാക്കിയിട്ട് ഇത് വലിച്ചിട്ട് തുണി നമുക്ക് അത്യാവശ്യമാക്കി എടുക്കുക. ഫുൾ വെള്ളം വേണമെങ്കിൽ ഇതിൽ ഊറ്റി കളയാൻ പറ്റും, ഇതിൽ നിന്ന് ഊരിയാൽ മതി. ഇതുപോലുള്ള അഴുക്കുകൾ കയറാതെ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ പൈസയോ സേഫ്റ്റി പിന്നോ ഒക്കെ കയറിയാലും ഈ E1 എന്നുള്ള കംപ്ലയിൻറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന FA എന്നാണ് കാണിക്കുന്നത്. FA എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രഷർ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത്. FA എന്ന് കാണിച്ചു കഴിഞ്ഞാൽ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മളിപ്പം കുറച്ച് നേരം കാണിച്ചു കിടന്നുണ്ടെങ്കിൽ ഇത് ഓഫായത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം FA എന്ന് കാണിക്കും. നമ്മൾ സെൻസറിൻ്റെ വയർ ഓൾറെഡി ഊരി വിട്ടേക്കുവാണ്. ഇവിടെ ഇത് സെൻസറിൻ്റെ വയറാണ് നമ്മൾ ഊരി വിട്ടേക്കുന്നത്. അപ്പോൾ FA കാണിക്കുന്നത് സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ സെൻസർ റീപ്ലേസ് ചെയ്യുകയോ സെൻസറിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുകയോ ചെയ്യുക FA കാണിക്കുമ്പോൾ.
ഈ FA കാണിക്കുന്ന തൊട്ട് തന്നെ കാണിക്കുന്നതാണ് ഈ സെൻസറിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ സെൻസർ ഡാമേജോ അല്ലെങ്കിൽ E6 എന്നും കാണിക്കും. FA പോലെ തന്നെയാണ് E6 കാണിച്ചാലും FA കാണിച്ചാലും അതൊക്കെ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ സെൻസർ പരമായി എന്ത് കംപ്ലയിൻറ്റ് വന്നാലും E6 അല്ലെങ്കിൽ FA കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് രണ്ടും നോക്കിയാൽ മതി. അടുത്ത നമ്മൾ കാണിക്കാൻ വന്ന F2 എന്ന കംപ്ലയിൻ്റ് ആണ്. ഈ F2 കാണിക്കുന്ന വെച്ചാൽ മെഷീനകത്ത് വെള്ളം ഓവറായിട്ട് നിറയുന്നെന്നുള്ള കംപ്ലയിൻ്റ് ആണ് F2 കാണിക്കുന്നത്. ഈ F2 കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇല്ലറ്റ് വാൽവ് ശ്രദ്ധിക്കണം. ഇല്ലറ്റ് വാൽവ് ഓപ്പൺ ആണെന്ന് നോക്കണം. അതായത് എപ്പോഴും വെള്ളം ഇല്ലറ്റ് വാൽവിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നോക്കണം. പിന്നെ F2 ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ബോർഡ് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബോർഡ് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ബോർഡ് നമ്മൾ പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇല്ലറ്റ് വാൽവിന് വെള്ളം വീണുകൊണ്ടിരിക്കുന്ന കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് ബോർഡ് കംപ്ലയിൻ്റ് ആണ്. അങ്ങനെ ബോർഡ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോർഡ് റിപ്പയർ ചെയ്തതിന് ശേഷം ഇല്ലറ്റ് വാൽവിലൂടെ മാറുക. ഇല്ലറ്റ് വാൽവും കൂടെ മാറണം. ഇപ്പോൾ F2 വരുമ്പം ഇത് രണ്ടും ശ്രദ്ധിക്കണം. നമ്മൾ ടാപ്പ് തുറക്കുമ്പോഴേ മെഷീൻ ഓൺ ആക്കാതെ വെള്ളം ഇതിനകത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കണം. ഇല്ലറ്റ് വാൽവ് വരുമ്പോൾ ഇത്രയും കംപ്ലയിൻ്റ് ഒക്കെ അതായത് ഇല്ലറ്റ് വാൽവ് വരുമ്പോൾ ബോർഡ് ശ്രദ്ധിക്കുക, ഇല്ലറ്റ് വാൽവും ശ്രദ്ധിക്കുക. ഇല്ലറ്റ് വാൽവ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പൈപ്പ് തുറക്കുമ്പം തന്നെ വെള്ളം വീണുകൊണ്ടിരിക്കും മെഷീൻ ഓൺ ആക്കാതെ. അങ്ങനെ ആകുമ്പോൾ ഇല്ലറ്റ് വാൽവ് പോയതാണ്. ഇല്ലറ്റ് വാൽവ് മാറിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷീൻ ഓൺ ആക്കുമ്പോൾ തന്നെ വെള്ളം വീണ്ടെടുക്കും. പ്രോഗ്രാം സെലക്ട് ചെയ്യാതെ അങ്ങനെയാണെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ആണ്. ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ട് ബോർഡ് റിപ്പയർ ചെയ്യുകയോ മാറുകയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെന്ന് ഇല്ലറ്റ് വാൽവ് മാറി വെക്കണം. ഇല്ലറ്റ് വാൽവ് മാറിയതിന് ശേഷം മാത്രം ബോർഡ് മാറ്റി വെക്കുക. ഇതിപ്പോൾ E4 എന്നാണ് കാണിക്കുന്നത്. E4 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇതിനകത്ത് വെള്ളം നിറയാത്ത പ്രശ്നമാണ് E4 കാണിക്കുന്നത്. E4 കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പമ്പ് വർക്ക് ചെയ്യുകയും ചെയ്യും. താഴത്തെ നമ്മുടെ വെള്ളം വെളിയിലോട്ട് കളയുന്ന പമ്പ് വർക്ക് ചെയ്യും. 2-3 പ്രശ്നം മാത്രം E4 കാണിക്കും. ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് വെള്ളം വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് E4 കാണിക്കുന്നത്. ഇതിപ്പോൾ F3 ആണ് കാണിക്കുന്നത്. ഈ F3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ജെർക്കിംഗ് പ്രശ്നമാണ് ഈ F3 കാണിക്കുന്നത്. അതായത് മെഷീനകത്ത് ഓവറായിട്ട് തുണി ഇടുമ്പോൾ മെഷീൻ കടന്ന് ജെർക്ക് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ആകുകയോ ചെയ്താലാണ് F3 കാണിക്കുന്നത്. കൂടുതലും വരുന്നത് നമ്മൾ ഓവറായിട്ട് തുണി ഇടുന്ന പ്രശ്നത്തിലാണ് F3 എന്ന കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ F3 കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് തുണി നോക്കുക, അതല്ലെങ്കിൽ മെഷീൻ്റെ ഷോക്ക് മാറി നോക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന E2 എന്ന് പറയുന്ന എറർ കോഡാണ്. ഈ E2 എറർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ ഡോറ് ക്ലോസ് ആയിട്ടില്ലെന്നുള്ള എറർ കോഡാണ് E2 എന്ന് പറയുന്നത്. ഇനി E2 എന്ന് പറയുമ്പോൾ എറർ കോഡ് കാണിക്കുമ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് മെഷീൻ കറക്റ്റായിട്ടൊന്ന് തുണി വല്ലതും കയറി ഇരുന്ന് മെഷീൻ്റെ ഡോറ് ക്ലോസ് ആയി കാണത്തില്ല, അല്ലെങ്കിൽ ആ സ്നാപ്പ് ലോക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ മെഷീൻ്റെ ഡോറ് അടഞ്ഞിരിക്കും. അപ്പോൾ E2 കാണിച്ച ഡോർ അടഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അത് കൂടാതെ ഈ ഡോർ ലോക്ക് കംപ്ലയിൻ്റ് ആയാൽ കാണിക്കുന്നൊരു റെക്കോർഡുണ്ട്. ഡോർ ലോക്ക് കംപ്ലയിൻ്റ് ആയാൽ കാണിക്കുന്ന റെക്കോർഡ്. അങ്ങനെ ഡോർ ലോക്ക് കംപ്ലയിൻ്റ് ആയാൽ കാണിക്കുന്നത് നമുക്ക് E8 എന്ന് പറയുന്ന റെക്കോർഡ് കാണിച്ചാൽ ഡോർ ലോക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. കാര്യം വെച്ചാൽ ഡോർ ലോക്ക് കംപ്ലയിൻറ്റ് മാത്രം വരുന്നതാണ് E8 എന്ന് പറയുന്ന റെക്കോർഡ്. അപ്പോൾ E8 വരുമ്പോഴത്തേക്ക് നമുക്ക് ഡോർ ലോക്ക് ഷോർട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ഡോർ ലോക്ക് പോയതാണോ അല്ലയോ നോക്കി മാറ്റിയെടുക്കണം. E2ഉം E8ഉം ആണ് ഡോർ ലോക്കിനെ സംബന്ധിച്ച് കാണിക്കുന്നത്. E2 എന്ന് പറയുന്നത് നമ്മൾ ഡോറ് പ്രോപ്പർ അല്ല അടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് E2 കാണിക്കുന്നത്. E8 എന്ന് പറഞ്ഞാൽ ഡോർ ലോക്ക് കംപ്ലയിൻ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എറർ കോഡാണ് ഡോർ ലോക്കുമായിട്ട് ഈ മെഷീനകത്തുള്ളത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കൊരു അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.